എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചവ്വരിയും ശർക്കരയും ചേർത്തുള്ളൊരു സേമിയ പായസമാണ്. നമുക്ക് ആദ്യമേ ചവ്വരി തയ്യാറാക്കാം. അതിനായി 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തു. അതിൽ 50 ഗ്രാമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. 50 ഗ്രാം ചവ്വരി 3 ഗ്ലാസ് വെള്ളത്തിൽ 25 മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ടെക്സ്ചറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 2 ഗ്ലാസ് തണുത്ത വെള്ളം ഇട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ ചവ്വരിയുടെ വെള്ളവും നമുക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടും. ചവ്വരിയുടെ വെള്ളം പായസത്തിൽ ആഡ് ചെയ്താൽ. ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായി ഫ്ലെയിം ഓണാക്കുക. ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിടുക. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിടുക. തേങ്ങാക്കൊത്തിന് പകരം നിങ്ങൾക്ക് നട്ട്സും ഉപയോഗിക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്ത് ഉപയോഗിച്ചതേ ഉള്ളൂ. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ വറുത്ത് കോരുക. ഇനി അതേ നെയ്യിൽ തന്നെ നമ്മൾ 2 ടീസ്പൂൺ നെയ്യാണ് ഇട്ടത്. അതേ നെയ്യിൽ തന്നെ 1 കപ്പ് സേമിയ വറുത്ത് കോരാം. സേമിയ വറുത്ത് കോരാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും. കാരണം ഒട്ടും റോസ്റ്റഡ് അല്ലാത്തൊരു സേമിയാണ് ഇത്. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ 1.5 ഗ്ലാസ് തേങ്ങ എടുത്തിട്ട് 1/2 ഗ്ലാസ് കട്ടി ഒന്നാം പാലെടുത്ത് കട്ടിക്ക് 1/2 ഗ്ലാസ് ഒന്നാം പാലെടുത്ത് മാറ്റി വെച്ചു. ഇനി ഞാൻ 2ാം പാലും 3ാം പാലും അതൊരു 3 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യുകയാണ് ഈ സേമിയ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ ഈ 3 ഗ്ലാസ് തേങ്ങാപ്പാലിൽ സേമിയ ഒന്ന് നല്ലോണം കുറുകി വരട്ടെ. ഒരു 10-15 മിനിറ്റ് ഒന്ന് കുറുകി വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാനുള്ളത് ശർക്കരയാണ് ഇടാനുള്ളത്. ശർക്കര ഞാനിവിടെ 250 ഗ്രാം ശർക്കര 10 മിനിറ്റ് 2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഗ്ലാസ് ശർക്കര പാനി എനിക്ക് കിട്ടി. ആ 2 ഗ്ലാസ് ശർക്കര പാനിയും കൂടെ ഇടാം. അപ്പോൾ ആകെ 5 ഗ്ലാസ്. 2 ഗ്ലാസ് ശർക്കര പാനിയും 3 ഗ്ലാസ് തേങ്ങാപ്പാലും. ഇതുമായിട്ട് നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടണം. നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചവ്വരിയും കൂടെ ആഡ് ചെയ്യാം. ചവ്വരിക്ക് സാഗോ സീഡ് എന്നും പറയും. 10-15 മിനിറ്റ് ഇതങ്ങനെ വേവട്ടെ. ലോ ടു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്യണം. നല്ല കുറുകി വരുമ്പോൾ നമുക്കിനി നല്ല കട്ടിയായിട്ടുള്ള 1ാം പാൽ 1/2 ഗ്ലാസ് 1ാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യുക. ഇനി നമുക്ക് തേങ്ങാക്കൊത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. തേങ്ങാക്കൊത്തിന് പകരം നട്ട്സും യൂസ് ചെയ്യാം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.